Hello, welcome to iFor Education. Today we are discussing about one of the important topic in CSER UGC NET, that is the ammonium assimilation. We know that, നമുക്കറിയാം അല്ലേ, CSERന്റെ വളരെ ഫേവറേറ്റ് ഏരിയ ആണ് നൈട്രജൻസും നൈട്രജൻ്റെ സൈക്കിൾസ്, അതുപോലെ തന്നെ നൈട്രജൻ മെറ്റാബോളിസം, അങ്ങനെ നൈട്രജൻ റിലേറ്റഡ് ആയിട്ട് വരുന്ന ഒരുപാട് ടോപ്പിക്സ് കണ്ടിന്യൂസ് ആയിട്ട് എന്ത് ചെയ്യുന്നുണ്ട് CSERൽ ഒരുപാട് വർഷമായിട്ട്. ഈവൻ ഐ തിങ്ക് 11 വർഷത്തോളമായിട്ട് ഈ ഒരു ഏരിയയിൽ നിന്ന് സ്പെസിഫിക് ആയിട്ട് ക്വസ്റ്റ്യൻസ് വരും. പാർട്ട് സിയിലും പാർട്ട് ബിയിലും ഒരുപോലെ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടുന്ന ഒരു ടോപ്പിക്കാണ് നൈട്രജൻ മെറ്റാബോളിസം. സോ നൈട്രജൻ മെറ്റാബോളിസം ആൻഡ് നൈട്രജൻ അസിമിലേഷൻ തുടങ്ങി വലിയൊരു ടോപ്പിക്കിൻ്റെ ഒരു ചെറിയ ഭാഗമാണ് നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. അതായത് അമോണിയ, നമുക്കറിയാം നൈട്രജന് അമോണിയ ആയിട്ടാണ് നമ്മുടെയൊക്കെ പ്ലാന്റ്സിൻ്റെ ബോഡിയിൽ ഉണ്ടാവുക, പ്ലാന്റ് ബോഡിയിൽ ഉണ്ടാവുക. സോ ഈ അമോണിയ എങ്ങനെയാണ് പ്ലാന്റ്സ് അസിമിലേറ്റ് ചെയ്യുന്നത്, ഏതൊക്കെ പാർട്ടിക്കിൾസ് ആക്കിയിട്ടാണ് അല്ലെങ്കിൽ ബയോകെമിക്കൽ ആയിട്ടുള്ള സംഭവങ്ങളാക്കിയിട്ടാണ് ഈ ഒരു അമോണിയ കൺവേർട്ട് ചെയ്യുന്നത് എന്നാണ് ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ ചെക്ക് ചെയ്യുന്നത്. ഓക്കെ, സോ അമോണിയം അസിമിലേഷനിൽ പങ്കെടുക്കുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2 എൻസൈംസുകളുണ്ട്. അപ്പോൾ ഈ ഒരു ഇതിനെ ബേസ് ചെയ്തിട്ടാണ് എപ്പോഴും ക്വസ്റ്റ്യൻ നമ്മൾ കാണാറുള്ളത്. സോ വൺ ഓഫ് ദ എൻസൈം ഈസ് ഗ്ലൂട്ടാമിൻ സിന്തറ്റൈസ് എൻസൈം അല്ലേ, ഒരു എൻസൈം ഗ്ലൂട്ടാമിൻ സിന്തറ്റൈസ് എൻസൈമാണ്. ദ അനദർ വൺ ഈസ് ഗ്ലൂട്ടാമിൻ സിന്തേസ്. ഒന്ന് സിന്തറ്റൈസ് ആണ്, ഒന്ന് സിന്തേസ് ആണ്. സിന്തറ്റൈസ് എന്ന് പറഞ്ഞാൽ ദേ വിൽ ബി യൂസിങ് ATP അല്ലേ, ATP യൂസ് ചെയ്തിട്ടാണ് ഇവർ റിയാക്ഷൻ കാറ്റലൈസ് ചെയ്യുന്നതെന്ന് മാത്രം. ഓക്കെ ആണല്ലോ. ഈ ഗ്ലൂട്ടാമിൻ സിന്തേസിൻ്റെ മറ്റൊരു പേരാണ് ഗ്ലൂട്ടാമിൻ 2-ഓക്സോഗ്ലൂട്ടാറേറ്റ് അമിനോ ട്രാൻസ്ഫറേസ്. അതിനെയാണ് നമ്മൾ ഷോർട്ട് ഫോമിൽ ഗുഗാറ്റ് എന്ന് പറയുന്നത്. സോ ഈ ഒരു പാത്വേ, അമോണിയം അസിമിലേഷൻ നടത്തുന്ന ഈ ഒരു പാത്വേയുടെ പേരാണ് GS ഗുഗാറ്റ് പാത്വേ കേട്ടോ. 2 എൻസൈംസിൻ്റെയും പേരാണ് നമ്മൾ ഇതിൽ കൊടുത്തിട്ടുള്ളത്. GS ഗ്ലൂട്ടാമിൻ സിന്തറ്റേസ് ആൻഡ് ഗൊഗാറ്റ് എന്ന് പറയുന്നത് ഗ്ലൂട്ടാമിൻ സിന്തേസിൻ്റെ മറ്റൊരു പേരാണ്. അപ്പം നമുക്ക് ആദ്യം എന്ത് ചെയ്യാം, ഗ്ലൂട്ടാമിൻ സിന്തറ്റേസിൻ്റെ സ്ട്രക്ചർ എന്താണെന്ന് നോക്കാം. സോ യു ക്യാൻ സീ ഹിയർ ഗ്ലൂട്ടാമിൻ സിന്തറ്റേസ് കാറ്റലൈസ് ചെയ്യുന്ന റിയാക്ഷനാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. എന്താണ്, വി നോ ദാറ്റ് ഗ്ലൂട്ടാമേറ്റ് ഉണ്ട് അല്ലേ, ഒരു അമിനോ ആസിഡ് ആണ്. അപ്പോൾ ഗ്ലൂട്ടാമേറ്റിനെ എന്ത് ചെയ്യും, ഗ്ലൂട്ടാമേറ്റും അമോണിയയും അതുപോലെ തന്നെ ATPയും ഇവിടെ യൂട്ടിലൈസ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് എന്ത് ചെയ്യും, ഇതിലേക്ക് ഒരു അമൈൻ ഗ്രൂപ്പിനെ ആഡ് ചെയ്തിട്ട് ഇവരെന്താക്കി മാറ്റും, ഗ്ലൂട്ടാമിൻ ആക്കിയിട്ട് മാറ്റും. ഗ്ലൂട്ടാമേറ്റിനെ ഗ്ലൂട്ടാമിനായിട്ട് കൺവേർട്ട് ചെയ്യും. ഫോർ ദാറ്റ് ഇറ്റ് വി യൂസിങ് 1 മോളിക്യൂൾ ഓഫ് അമോണിയ ആൻഡ് ഓൾസോ 1 മോളിക്യൂൾ ഓഫ് ATP അല്ല. അതാണ് ഈ ഒരു ഗ്ലൂട്ടാമിൻ സിന്തേസ് അഥവാ GS എന്ന് പറഞ്ഞിട്ടുള്ള എൻസൈം കാറ്റലൈസ് ചെയ്യുന്ന റിയാക്ഷൻ. ഇപ്പോൾ ഇവിടെ പറഞ്ഞ പോലെ ഒരു ATP മോളിക്യൂൾ യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ ഇവരുടെ ആക്റ്റീവ് സൈറ്റിലായിട്ട് ഡൈവാലൻ കാറ്റയോൺസ് ഉണ്ടായിരിക്കും. ഇറ്റ് മേ ബി ഒരു മഗ്നീഷ്യം അയോൺ ആവാം, മഗ്നീസ് അയോൺ ആവാം ആൻഡ് ഓൾസോ കാർബൺ ഡൈ ഓക്സൈഡ്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെയൊക്കെ ബേസിസിലാണ് ഈ ഒരു ഗ്ലൂട്ടാമിൻ സിന്തേസ് എന്ത് ചെയ്യുന്നത്, ഗ്ലൂട്ടാമേറ്റിനെ ഗ്ലൂട്ടാമിൻ ആക്കി മാറ്റുന്നത്, കൺവേർട്ട് ചെയ്യുന്നത്. ഓക്കെ, ആൻഡ് ദാറ്റ്സ് ഇറ്റ്. ഇനി നമുക്ക് നോക്കാനുള്ളത് മെയിൻലി നമ്മുടെ പ്ലാന്റ്സിൽ 2 ടൈപ്പ് ഓഫ് ഗ്ലൂട്ടാമിൻ സിന്തേസ് എൻസൈംസുകളെയാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുക. ഒരെണ്ണം എന്ന് പറയുന്നത് സൈറ്റോസോളിൽ കാണുന്നതാണ്, സൈറ്റോസോളിക് ഫോമാണ് ഫസ്റ്റ് വൺ. അപ്പോൾ സൈറ്റോസോളിക് ആയിട്ടുള്ള ഗ്ലൂട്ടാമിൻ സിന്തേസിൻ്റെ ഫോം നമ്മൾ മെയിനായിട്ട് കാണുന്നത് ജെർമിനേറ്റ് ചെയ്യുന്ന സീഡ്സുകളിൽ കാണാം. അതുപോലെ തന്നെ റൂട്ടിൻ്റെയും ഷൂട്ടിൻ്റെയും ഒക്കെ വാസ്കുലർ ബണ്ടിൽസ് അല്ലേ, സൈലം ഫ്ലോയം പോലെയുള്ള അത്തരം വാസ്കുലർ ബണ്ടിൽസിലൊക്കെ നമുക്ക് ഈ ഒരു ഗ്ലൂട്ടാമിൻ സിന്തേസിനെ നമുക്ക് കാണാനായിട്ട് പറ്റും. സിന്തറ്റേസിന്, സിന്തേസ് അല്ല, ഗ്ലൂട്ടാമിൻ സിന്തറ്റേസിനെ നമുക്ക് എന്ത് ചെയ്യാം, കാണാനായിട്ട് സാധിക്കും. ഗ്ലൂട്ടാമിൻ സിന്തറ്റേസിൻ്റെ ഫങ്ഷൻ നമ്മൾ പറഞ്ഞല്ലോ എന്താണ് അല്ലേ, ഗ്ലൂട്ടാമിൻ എന്ത് ചെയ്യുക, സിന്തസൈസ് ചെയ്യും. അപ്പോൾ ഇവരെന്ത് ചെയ്യാമെന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ പറഞ്ഞു റൂട്ടിലും ഷൂട്ടിലും ഒക്കെയുള്ള വാസ്കുലർ ബണ്ടിൽസ് ഈ ഒരു എൻസൈമിനെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ റൂട്ട് പ്ലാസ്റ്റിഡ്സിൽ എന്ത് ചെയ്യും, ഈ ഗ്ലൂട്ടാമിൻ സിന്തേസ് ജനറേറ്റിംഗ് ആൻഡ് അമൈഡ് നൈട്രജൻ അല്ലേ, ഒരു അമൈഡ് നൈട്രജൻ ഇവർ എന്ത് ചെയ്യുന്നുണ്ട്, ജനറേറ്റ് ചെയ്യും. അതാണ് റൂട്ട് പ്ലാസ്റ്റിഡിൽ ഇവരുടെ ഡ്യൂട്ടി എന്ന് പറയുന്നത്. ആൻഡ് സെക്കൻഡ് ഷൂട്ട് ക്ലോറോപ്ലാസ്റ്റിലാണെങ്കിലോ ഇവർ എന്ത് ചെയ്യും, ഈ അമോണിയ ഫോട്ടോ റെസ്പിറേറ്ററി അസിമുലേറ്റ് ചെയ്തിട്ടുള്ള ഈ അമോണിയ യൂസ് ചെയ്തിട്ടാണ് ഇവരെന്ത് ചെയ്യുക, ഗ്ലൂട്ടാമിനെ സിന്തസൈസ് ചെയ്യുക. ഓക്കെ, ഇപ്പോൾ ഇവിടെ അവരെന്ത് ചെയ്യും, ഒരു അമൈഡ് നൈട്രജനെ സിന്തസൈസ് ചെയ്യും അല്ലെങ്കിൽ ജനറേറ്റ് ചെയ്യും.
ആൻഡ് ഷൂട്ട് ക്ലോറോപ്ലാസ്റ്റിലാണെങ്കിൽ ഫോട്ടോ അസിമിലേഷൻ വഴി ഉണ്ടാവുന്ന അമോണിയയെ എന്ത് ചെയ്യും, നേരത്തെ പറഞ്ഞ പോലെ ഗ്ലൂട്ടാമിൻ ആക്കിയിട്ട് മാറ്റും. അതായത് ഗ്ലൂട്ടാമിൻ ആയിട്ട് കൺവേർട്ട് ചെയ്യുന്ന ഒരു റിയാക്ഷനിൽ ഈ ഒരു അമോണിയ അവർ എന്ത് ചെയ്യും, യൂട്ടിലൈസ് ചെയ്യും. ഓക്കെ, ഇനി മെയിനായിട്ട് ഈ എൻസൈമിൻ്റെ റെഗുലേഷൻ, എന്താണ് ഈ എൻസൈമിനെ റെഗുലേറ്റ് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വി ക്യാൻ സീ ദ ലൈറ്റ് ആൻഡ് കാർബോഹൈഡ്രേറ്റ്സ്. ലൈറ്റിൻ്റെയും അതുപോലെ തന്നെ കാർബോഹൈഡ്രേറ്റിൻ്റെയും കോൺസെൻട്രേഷൻ കൂടുന്നോ കുറയുന്നോ, അതാണ് ഇവിടുത്തെ റെഗുലേഷൻ. ഓക്കെ, നമ്മൾ ലാസ്റ്റ് പറയും എങ്ങനെയാണ് റെഗുലേറ്റ് ചെയ്യുന്നത് എന്നുള്ളത്. അപ്പോൾ ഈ രണ്ട് ഫാക്ടേഴ്സിനെ ബേസ് ചെയ്തിട്ടാണ് ഗ്ലൂട്ടാമിൻ സിന്തറ്റൈസിൻ്റെ ഫോർമേഷൻ സെല്ലിൽ നമുക്ക്, അതായത് ഈ പറഞ്ഞ സൈറ്റോസോളിക് ഫോം ആണെങ്കിലും അതുപോലെ തന്നെ നമ്മൾ ജെർമിനേറ്റിംഗ് സീഡ്സിലൊക്കെ കാണുന്ന ആ ഒരു എൻസൈമിൻ്റെ പ്രൊഡക്ഷന് എന്തിൻ്റെ ബേസ്ഡ് ആയിട്ടായിരിക്കും, ഈ പറഞ്ഞ ലൈറ്റിൻ്റെയും അതുപോലെ തന്നെ കാർബോഹൈഡ്രേറ്റ്സിൻ്റെയും ഫോമിലാണ്. മീൻസ് അതിൻ്റെ ഒരു ഡിപ്പെൻഡൻസ്, അതിൻ്റെ കോൺസെൻട്രേഷനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടാണ് ഈ ഒരു എൻസൈമിൻ്റെ സിന്തസൈസ് ഉണ്ടാവുക. നെക്സ്റ്റ് വി ക്യാൻ അനദർ എൻസൈം അല്ലേ, നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത ഗൊഗാറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള എൻസൈമാണ്. മറ്റൊരു പേരാണ് ഗ്ലൂട്ടാമിൻ സിന്തേസ് എന്ന് പറയുന്നത്. ഗൊഗാറ്റ് എന്ന് പറഞ്ഞാൽ ഗ്ലൂട്ടാമിൻ 2-ഓക്സോഗ്ലൂട്ടാരേറ്റ് അമിനോ ട്രാൻസ്ഫറേസ് എന്ന് പറഞ്ഞിട്ടുള്ള എൻസൈമാണ്. അതിൻ്റെ ഷോർട്ട് ഫോമാണ് നമ്മൾ ഗൊഗാറ്റ്. അതിൻ്റെ ഫംഗ്ഷന് ബേസ് ചെയ്തിട്ടാണ് ഈ എൻസൈമിനെ എന്ത് ചെയ്തിട്ടുള്ളത്, നോമൻക്ലേച്ചറോ നെയിമിങ് ചെയ്തിട്ടുള്ളത്. സോ വി ക്യാൻ സീ ദർ ഇസ് 2 types of ഗൊഗാറ്റ് വി ക്യാൻ ഫൈൻഡ്. ദാറ്റ് ഈസ് വൺ ഈസ് അക്സെപ്റ്റ് ഇലക്ട്രോൺ ഫ്രം NADH. NADH എന്ന് പറഞ്ഞ ഒരു കോഫാക്ടറിയിൽ നിന്നാണ് ഇലക്ട്രോണിനെ അക്സെപ്റ്റ് ചെയ്യുന്ന ഒരു ടൈപ്പ് എന്ന് പറയാം. അതിനെ നമ്മൾ വി കോൾഡ് ഇറ്റ് ആസ് NADH ഗൊഗാറ്റ്. NADH അത് NADH ഡിപ്പെൻഡൻ്റ് ആയിട്ടാണ് ഇവരെന്ത് ചെയ്യുന്നത്, വർക്ക് ചെയ്യുന്നത്, ഇവർ ഇലക്ട്രോൺ അക്സെപ്റ്റ് ചെയ്യുന്നത് ഈ NADH നിന്നാണ്. സോ ദേ ആർ നോൺ ആസ് ദ NADH ഗൊഗാറ്റ്. അപ്പോൾ ഇത് നോൺ ഫോട്ടോസിന്തറ്റിക് ആയിട്ടുള്ള ടിഷ്യൂസ് എവിടെയായിരിക്കും, റൂട്ട് സെൽസ് ആണ് അല്ലേ, റൂട്ട്സിലൊക്കെ കാണുന്ന നോൺ ഫോട്ടോസിന്തറ്റിക് ആയിട്ടുള്ള ടിഷ്യൂസിലാണ് ഈ ഒരു NADH ഡിപ്പെൻഡൻ്റ് ആയിട്ടുള്ള ഗൊഗാറ്റിനെ നമുക്ക് കാണാനായിട്ട് സാധിക്കാം. ഇപ്പോൾ മെയിനായിട്ട് റൈസോസ്ഫിയറിൽ നിന്നും കിട്ടുന്ന അമോണിയയെ അബ്സോർബ് ചെയ്യുക. അതായത് റൂട്ടിൻ്റെ ഏറ്റവും ഇമ്മീഡിയറ്റ് ആയിട്ട് കാണുന്ന സറൗണ്ടിങ്ങിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക, റൈസോസ്ഫിയർ എന്ന് പറയുക. സോ ആ റൈസോസ്ഫിയറിൽ നിന്നും കിട്ടുന്ന NH4+, അതായത് അമോണിയയെ എന്ത് ചെയ്യും, അബ്സോർബ് ചെയ്തിട്ട് അതിനെ അസിമുലേറ്റ് ചെയ്യുക എന്നുള്ളതാണ് NADH ഗൊഗാറ്റിൻ്റെ ഡ്യൂട്ടി. ആൻഡ് ഓൾസോ ഡെവലപ്പിംഗ് ലീവ്സ്, അതായത് ഫോട്ടോസിന്തറ്റിക്കലി ഹൈലി ആക്റ്റീവ് ആവാത്ത ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന ലീവ്സിലും ഇതുപോലെ എന്ത് ചെയ്യും, അമോണിയയുടെ അസിമുലേഷൻ നടത്തുന്നതും ആരാണ്, ഗൊഗാറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു എൻസൈമാണ്. ദാറ്റ് ഈസ് ദ ഫസ്റ്റ് ടൈപ്പ്, എന്ത്, NADH ഗൊഗാറ്റ്. അപ്പോൾ ഈ രണ്ട് ഫങ്ഷൻസും നമ്മൾ പറഞ്ഞത് NADH ഗൊഗാറ്റിൻ്റെയാണ്. ആൻഡ് അനദർ മറ്റൊരു ടൈപ്പ് എന്ന് പറയുന്നത് FD ഗൊഗാറ്റ് ആണ്. FD എന്ന് പറഞ്ഞാൽ ഫെറിഡോക്സിൻ, അത് മറ്റൊരു കോഫാക്ടറാണ്. അപ്പോൾ ഈ ഫെറിഡോക്സിൻ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു കോഫാക്ടറിൽ വാട്ട് ഹാപ്പൻ, ഇറ്റ് വിൽ ബി ദീസ് FD ഗൊഗാറ്റ്. FD ഗൊഗാറ്റ് എന്ത് ചെയ്യും, ഇലക്ട്രോണിനെ സ്വീകരിക്കുന്നത്, അക്സെപ്റ്റ് ചെയ്യുന്നത് ഏത് കോഫാക്ടറിയിൽ നിന്നായിരിക്കും, ഫെറിഡോക്സിൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കോഫാക്ടറിയിൽ നിന്നാണ്. ദാറ്റ്സ് ഇറ്റ്, അത്രയേ ഉള്ളൂ. അതാണ് FD ഗൊഗാറ്റ് എന്ന് പറയാം. ഇതിൻ്റെ ലൊക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്ലോറോപ്ലാസ്റ്റിലാണ് നമ്മൾ കാണുന്നത്. ഓക്കെ, അപ്പോൾ ഫോട്ടോ റെസ്പിറേറ്ററി നൈട്രജൻ മെറ്റാബോളിസത്തിലാണ് മെയിനായിട്ട് ഇതിൻ്റെ ഫങ്ഷൻ വരുന്നത്. സോ ദാറ്റ്സ് അബൌട്ട് ദി ഗൊഗാറ്റ്. 2 ടൈപ്പ് ആണുള്ളത്, NADH ഗൊഗാറ്റും അതുപോലെ തന്നെ FD ഗൊഗാറ്റും. രണ്ടിൻ്റെയും ലൊക്കേഷനാണ് CSER മുൻപ് ചോദിച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ. അതായത് എവിടെയാണ് NADH ഗൊഗാറ്റ് കാണുന്നത്, അതുപോലെ തന്നെ FD ഗൊഗാറ്റ് കാണുന്നത്. ഓക്കെ, നെക്സ്റ്റ് ഫങ്ഷൻ ഓഫ് ദി ഗൊഗാറ്റ്. സോ മെയിൻ കോമൺ ആയിട്ട് പറയാം കേട്ടോ, FD ഗൊഗാറ്റ് ആണെങ്കിലും NADH ഗൊഗാറ്റ് ആണെങ്കിലും അതിൻ്റെ കോമൺ ആയിട്ടുള്ള ഒരു ഫങ്ഷനാണ് പറയുന്നത്. ഇവരെന്ത് ചെയ്യുന്ന വെച്ചാൽ ഒരു അമൈഡ് ഗ്രൂപ്പിനെ, ഓക്കെ, ഗ്ലൂട്ടാമിൽ നിന്നും എന്ത് ചെയ്യും, ഒരു അമൈഡ് ഗ്രൂപ്പിനെ 2-ഓക്സോഗ്ലൂട്ടാറേറ്റിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും. അതുകൊണ്ടാണ് നമ്മൾ അതിൻ്റെ പേര് ഗൊഗാറ്റ് എന്ന് കൊടുത്തിട്ടുള്ളത് കേട്ടോ. ഗ്ലൂട്ടാമിനെ എന്ത് ചെയ്യും, ഗ്ലൂട്ടാമിനിലെ അമൈഡ് ഗ്രൂപ്പിനെ 2-ഓക്സോഗ്ലൂട്ടാറേറ്റിലേക്ക് അവർ കൊടുക്കും. എന്നിട്ട് എന്ത് ചെയ്യും, ഗ്ലൂട്ടാമേറ്റിനെ തന്നെ സിന്തസൈസ് ചെയ്യും. അതും എത്ര മോളിക്യൂൾസ് ആണ്, 2 molecules. ഇറ്റ്സ് വൺ ഓഫ് ദി ഇമ്പോർട്ടൻറ്റ് പോർഷൻ. ഓക്കെ, ഇവിടെ എത്ര മോളിക്യൂൾസ് ഓഫ് ഗ്ലൂട്ടാമേറ്റ്സ് ഉണ്ടാക്കുന്നു എന്നുള്ളതാണ് ഇമ്പോർട്ടൻറ്റ്. ഏത് ഗ്രൂപ്പിനെയാണ് ഈ ഒരു 2-ഓക്സോഗ്ലൂട്ടാറേറ്റിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നത് എന്നുള്ളതാണ് സെക്കൻഡ് ഇമ്പോർട്ടൻറ്റ് പോയിന്റ്. അപ്പോൾ ഇത് നമുക്ക് NADH ഗൊഗാറ്റിൻ്റെയും
ഫെറിഡോക്സിൻ എഫ് ഡി ഗോഗാറ്റിൻ്റെയും ഫങ്ഷൻസ് ആണ്. നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു റിയാക്ഷൻ ആണ് ഈ ഒരു പിക്ചറിൽ കൊടുത്തിട്ടുള്ളത്. ആൻഡ് as we can see the reaction അല്ലേ, the complete GS GOGAT pathway ആണ് ഇതിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞ ഗ്ലൂട്ടാമിൻ സിന്തറ്റേസ് അല്ലേ, GS എന്ന് പറഞ്ഞിട്ടുള്ള എൻസൈം എന്താ ചെയ്യുക അല്ലേ, ഇവിടെ നോർമലി ഇവർക്ക് എവിടെ നിന്നൊക്കെയോ അസിമിലേഷൻ്റെ ഭാഗമായിട്ട് മീൻസ് ജനറേറ്റ് ചെയ്തിട്ടുള്ള അമോണിയ എന്ത് ചെയ്യും, ഇവർ ഈ ഒരു ഗ്ലൂട്ടാമേറ്റിൽ NH2 ഫോമിലേക്ക് എന്ത് ചെയ്യും, ഇതിനെ ഇവിടെയാണ് ഇൻകോർപ്പറേറ്റ് ചെയ്യുന്നത് അല്ലേ, ഈ ഒരു ഗ്രൂപ്പിലേക്കാണ് എന്ത് ചെയ്യുക NH2 ഗ്രൂപ്പ് അമൈഡിനെ ആഡ് ചെയ്യുന്നത്. ദാറ്റ്സ് ഇറ്റ്. അപ്പോൾ എന്ത് ചെയ്യുന്നു, ഗ്ലൂട്ടാമിൻ ഉണ്ടാവുന്നു. അതാണ് GS എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഗ്ലൂട്ടാമിൻ സിന്തറ്റേസ് ചെയ്യുന്ന ജോലി. ഗൊഗാറ്റ് ഫങ്ഷൻ ചെയ്യുന്ന അല്ലെങ്കിൽ കാറ്റലൈസ് ചെയ്യുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വി ക്യാൻ സീ ഹിയർ ഉണ്ടോ, ഈ ഒരു ഗ്ലൂട്ടാമേറ്റിൽ നിന്നുള്ള അമൈഡ് ഗ്രൂപ്പിനെ എന്ത് ചെയ്യും, 2-ഓക്സോ ഗ്ലൂട്ടാറേറ്റിലേക്ക് കൊടുക്കും. ഓക്കെ, അതാണ്. എന്നിട്ട് എന്ത് ചെയ്യും, ഇതൊരു ഗ്ലൂട്ടാമേറ്റ് ആണ്, ഇത് മറ്റൊരു, അങ്ങനെ 2 മോളിക്യൂൾ ഓഫ് ഗ്ലൂട്ടാമേറ്റ്സിനെ അവർ സിന്തസൈസ് ചെയ്യും. ഈ ഓക്കെ ദാറ്റ്സ് ഇറ്റ്. ഗ്ലൂട്ടാമിൽ നിന്ന് എന്ത് ചെയ്യും, അമൈഡ് ഗ്രൂപ്പിനെ എടുത്തിട്ട് ഈ ഒരു 2-ഓക്സോ ഗ്ലൂട്ടാറേറ്റിലേക്ക് ആഡ് ചെയ്യും. ഈ കാർബോക്സിൽ ഗ്രൂപ്പ് ഇരിക്കുന്ന ഭാഗത്തേക്കാണ് ഇവർ ആഡ് ചെയ്യുക. അതാണ് ഗോഗാറ്റ് പാത്വേ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നമ്മുടെ ടോപ്പിക്ക്. CSRൽ എന്തായാലും ക്വസ്റ്റ്യൻ വരുന്ന ഏരിയ ആണ്. അപ്പോൾ ഇതിനെ കുറിച്ച് കൂടുതലായിട്ടുള്ള നോട്ട്സും ക്ലാസ്സസും ഒക്കെ നിങ്ങൾക്ക് അവൈലബിൾ ആവണമെന്നുണ്ടെങ്കിൽ ഐഫറിൻ്റെ കമ്മ്യൂണിറ്റി CSR UGC നെറ്റിൻ്റെ കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൻ്റെ ലിങ്ക് നമ്മൾ താഴെ കൊടുത്തിട്ടുണ്ട്. അതിൽ ജോയിൻ ചെയ്യുക. മെറ്റീരിയൽസും ഒരുപാട് ക്വസ്റ്റ്യൻസും പോൾസും ഒക്കെ നിങ്ങൾക്ക് അതിൽ അവൈലബിൾ ആവുന്നതാണ്. താങ്ക് യു.